وقالوا الحمد لله الذي صدقنا وعده وقالوا الحمد لله الذي صدقنا وعده നാളെ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ അല്ലാഹുവിനെ നേരിട്ട് കാണുന്ന സന്ദർഭത്തിൽ വിശ്വാസികളാകുന്ന മുഅ്മിനീങ്ങൾ ഈ ദുനിയാവിൽ നാവുകൊണ്ട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്തു തീർത്തവർ, ദിക്ർ ഹൽക്കക്ക് നേതൃത്വം കൊടുത്തവർ, അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിക്കൊണ്ട് കൂടിയവർ, പടച്ച റബ്ബിന്റെ നാമങ്ങളെ വിളിച്ചുകൊണ്ട് കൂടിയവർ, സ്വലാത്തുകൾ അധികരിപ്പിച്ചതായ ആളുകളെ കുറിച്ച് ഫനായും ഫസാദും പറയാതെ നല്ലത് പ്രവർത്തിക്കുകയും നല്ലത് ചിന്തിക്കുകയും നല്ലത് പറയുകയും ചെയ്തിട്ടുള്ളതായ നാവിന്റെ അഖിലുകാർ അവർക്ക് പറയാൻ സാധിക്കുകയാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അല്ലദീ സദഖനാ വഅദ, ഞങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള സർവകാര്യങ്ങളും വാസ്തവീകരിച്ച അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ്. സ്വർഗം നേരിട്ട് കാണുമ്പോൾ, റബ്ബിനെ നേരിട്ട് കാണുമ്പോൾ മോമിനിന് പറയാൻ സാധിക്കും. അവൻ പറയും അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഈ നാവ് കൊണ്ട് തന്നെ അവൻ ആരാകണം? ഈ ദുനിയാവിൽ നന്മ ചെയ്തുകൊണ്ട് നല്ലത് ചിന്തിച്ച് നല്ലത് പറഞ്ഞ് ജീവിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കുറെ അമലുണ്ട്, കൈ തസ്ബീഹുണ്ട്, നാവ് മൊത്തം ഹറാബ. കൈ തസ്ബീഹ് ഇരിക്കുമ്പോഴും മോളെ ചാനൽ മാറ്റിയേക്ക് എന്ന് പറഞ്ഞ് തീമാണെങ്കിൽ പോയി. ഈ തസ്ബീഹുണ്ട്, പക്ഷെ പ്രവർത്തനം വേറെയാണ്. നാവ് കൊണ്ടുള്ള വർത്തമാനം, കൈ തസ്ബീഹ് ഇരിക്കുമ്പോൾ ചീത്തയും അനാവശ്യമായ വർത്തമാനങ്ങളുണ്ട്. അയൽവാസികളായിട്ട് പോരടിക്കാൻ. കൽബ് ശരിയല്ല, നാവ് ശരിയല്ല, റോഡിൽ ഇറങ്ങിയിട്ട് ചീത്തയും അതും ഇതും പറയാൻ. അയൽവാസികളായിട്ട് എപ്പോൾ കണ്ടാൽ പോര്, ഈ രീതിയിലാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പോയില്ലേ, എല്ലാ അമലും പോവും. ഇതൊക്കെ മരിക്കുന്ന സമയത്താണ് മനസ്സിലാക്കുക. മലക്കുകൾ വന്ന് കുറ്റപ്പെടുത്തുമ്പോ അപ്പോഴാണ് തിരിച്ചറിയുക. പക്ഷെ ഒരു തിരിച്ചുപോക്ക് ഇനിയുണ്ടോ? ഇനി തിരിച്ചുപോക്കില്ല. തിരിച്ചുപോക്കുണ്ടെങ്കിൽ ആ കുറ്റപ്പെടുത്തൽ കൊണ്ട് അവനോട് ബോധോദയം ഉണ്ടായിട്ട് പടച്ചവന് ഇനിയൊരു തിരിച്ചുപോക്കുണ്ടല്ലോ എന്ന് ആഗ്രഹിച്ചിട്ട് പിന്നീടുള്ള കുറഞ്ഞ കാലഘട്ട ജീവിതത്തിലെങ്കിലും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാം, നല്ലത് പറയാം, എല്ലാവരോടും നല്ലത് പറഞ്ഞിട്ട് ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്റിലായി സ്വലാത്തിലായി മുന്നോട്ട് പോകാം. പക്ഷെ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് പറയുമ്പോഴേക്കും അടുത്തിരിക്കുന്നവന്റെ മുസല്ലയിലും നോക്കി അവന്റെ വായിലും നോക്കിയിട്ട് വർത്തമാനം പറഞ്ഞ് കൈപിടിച്ച് എങ്ങനെയെങ്കിലും കൈപിടിച്ചിട്ട് ദുആ ചെയ്ത് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ചിന്തയിലിരിക്കുന്ന മാനവന് ആ നിലയിൽ നിലകൊള്ളുന്ന മുസ്ലിം സഹോദരിമാര് ദിക്റില്ലാതെ, നമസ്കാരമില്ലാതെ, സലാത്ത് ചെല്ലാതെ, നാവ് കൊണ്ട് അന്യന്റേതാകുന്ന പച്ചമാസം തിന്നുകൊണ്ട് ജീവിക്കുന്നതാകുന്ന സഹോദരിമാർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ എത്ര പേര് ചൊല്ലിത്തീർത്തിട്ടുണ്ട്? കുറഞ്ഞ പക്ഷം 1 ലക്ഷമെങ്കിലും ചൊല്ലിത്തീർത്ത എത്ര മുഅ്മിനീങ്ങളുണ്ട്? പാപ്പ മരിച്ചപ്പോ ചെല്ലിയ കണക്കുണ്ടാവും, അതവിടെ വെച്ചേക്ക്. അതല്ല ഈ പറയുന്നത്. ഇമാം താവൂസ് റളിയല്ലാഹു അൻഹു താബികളിൽ പ്രമുഖനായ മഹാനുഭാവന് പറയുന്നു, മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് വേണ്ടി കുടുംബത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുഅ്മിനോ 70,000 ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് വേണ്ടി ഹദിയ ചെയ്താൽ തീർച്ചയായും അതിന്റെ പ്രതിഫലം അവർക്ക് എത്തും. അതിന്റെ ഒരു നന്മയുടെ വശം ഈ ചൊല്ലിയവർക്കും ലഭിക്കും. ഇമാം താവൂസ് റളിയല്ലാഹു അൻഹു താബികളിൽ പ്രമുഖനായ വ്യക്തിയാണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്നയുടെ അഹ്ലുകാർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സമൂഹത്തിൽ മുന്നോട്ടാക്കാനുള്ള കാരണം. അല്ലെ, നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യൂലേ? മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അന്ന് മുതൽക്ക് നമ്മൾ എന്ത് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മഗ്‌രിബിന് ശേഷം ഒരു യാസീൻ ഓതിയിട്ട് എല്ലാവരും ഇരുന്നിട്ട് ചൊല്ലി തീർക്കും. 70,000 ഏറ്റവും ചുരുങ്ങിയത് ആകാൻ വേണ്ടി 7 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 11 കൊണ്ടോ. ഇന്നൽ മൗത യുഫ്തനൂന ഫീ ഖുബൂരിഹിം 7 അയ്യാം, മരണപ്പെട്ടു പോയതാകുന്ന വ്യക്തികളെ ഖബറിൽ 7 ദിവസം വരെ ചോദ്യോത്തരമുണ്ടാകും. ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ 7 മുസ്ലിയാരെ എന്താ 7-ന് അസുല് വല്ലതും ഉണ്ടോ? അസുലിതാൻ മരിച്ചു കഴിഞ്ഞാൽ 7 വരെ ഖബറിൽ ഫിത്ന ഉണ്ടാകും, ചോദ്യോത്തരങ്ങൾ ഉണ്ടാകും. ചില ആളുകൾക്കെന്നല്ല മുഅ്മിനീങ്ങൾക്കുണ്ടാകും. ഹബീബ് റസൂലുള്ളാഹി ആ ചോദ്യോത്തര വേളകളിൽ ഫകാന യുഹിബ്ബൂന അൻ യുത്ഇമുഹും തിൽക്കൽ അയ്യാം, മുൻഗാമികളാകുന്ന സ്വഹാബത്ത് അക്കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നല്ല ഭക്ഷണം വെച്ച് അവർ നിയത്ത് ചെയ്തുകൊണ്ട് നൽകുമായിരുന്നു. ഫകാന യുഹിബ്ബൂന അൻ യുത്ഇമുഹും തിൽക്കൽ അയ്യാം,
ഈ മരണപ്പെട്ടു പോയതാകുന്ന ദിവസങ്ങളെ ഓർത്തിട്ട് മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി ഉമ്മയാണോ ഉമ്മയ്ക്ക് വേണ്ടി, വാപ്പയാണോ വാപ്പയ്ക്ക് വേണ്ടി, കുടുംബത്തിൽപ്പെട്ടവരാണ് അവർക്ക് വേണ്ടി 7 ദിവസങ്ങളോളം ഭക്ഷണം വെച്ചിട്ട് പാവങ്ങൾക്ക് നൽകിയിട്ട് അതിന്റെ പ്രതിഫലം മരണപ്പെട്ടവർക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യുമായിരുന്നു. ഇത് മുൻഗാമികളുടെ ശൈലിയാണ്. അള്ളാഹു ആ ശൈലി നമുക്ക് നിലനിർത്താൻ തൗഫീഖ് തരട്ടെ. അതിന്റെ നമ്മൾ 3-7 അസിലുള്ളത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലാക്കിക്കോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റോ അഫ്ളലു മാ അന വഖുൽതു വന്നബിയ്യൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ളതാകുന്ന സർവ്വ പ്രവാചകന്മാരും ഈ ലോകത്ത് അത്യുത്തരം പ്രഖ്യാപിച്ചതാകുന്ന വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കലിമ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് നമ്മൾ എത്ര പേര് ചൊല്ലിയിട്ടുണ്ട്? 1 ലക്ഷം ചൊല്ലിയവർ എത്ര പേർ? മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് വേണ്ടിയല്ല, അവനവൻ സ്വന്തം മരിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി മരണാനന്തര ജീവിതത്തിൽ എനിക്ക് ഈ ദിക്ർ കൂട്ടാളിയാകണമെന്ന് മനസ്സിലാക്കിയിട്ട് സ്വന്തത്തിന് വേണ്ടി ചൊല്ലിത്തീർത്ത ഉമ്മമാരുണ്ടോ ഉപ്പമാരുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഈ കൊറോണയുടെ ഘട്ടം ഇത്രയും കിട്ടിയല്ലോ, 1 വർഷത്തോളം കിട്ടി, ചൊല്ലിത്തീർക്കാമായിരുന്നു. എത്ര പേര് ചൊല്ലിയിട്ടുണ്ട്? നമുക്ക് പാളിച്ചകൾ പലതും വന്നു, നമസ്കാരങ്ങൾ ശീലിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ജമാഅത്തുകൾ നഷ്ടപ്പെട്ടു പോയി പള്ളിയിൽ. എന്നാലും അൽഹംദുലില്ലാഹ് കുടുംബങ്ങളിൽ നമ്മൾ ജുമുഅ നമസ്കരിച്ചു, കുടുംബങ്ങളൊപ്പം തന്നെ നമ്മൾ ജമാഅത്ത് നമസ്കരിച്ചു. ജുമുഅ നമസ്കാരം നമ്മൾ ജമാഅത്തായിട്ട് ളുഹർ നമസ്കാരമാക്കി നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളെ നമ്മൾ ആ സമയങ്ങളിൽ ഉപയോഗക്രമപ്പെടുത്തി. തറാവീഹ് നമസ്കാരങ്ങൾ ചിട്ടവെച്ച് നമസ്കരിക്കാൻ പഠിച്ചു, അതിന്റെ ഇമാമത്ത് എങ്ങനെ നിർവഹിക്കണമെന്ന് പഠിച്ചു. അങ്ങനെ പല നന്മകളും ഈ വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം അവിടെ നിൽക്കട്ടെ, എത്ര ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാൻ സാധിച്ചിട്ടുണ്ട്? ഇതൊരു ദിക്ർ ഹൽക്കയുടെ വാർഷികം കൂടിയാണല്ലോ പെരുമാതുറ സെൻട്രൽ ജമാഅത്ത് നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എത്ര പേർ അവനവന് വേണ്ടി സ്വന്തത്തിന് വേണ്ടി ദിക്ർ ചൊല്ലി തീർത്തിട്ടുണ്ട്? 1 ലക്ഷം ചൊല്ലിയവർ എത്ര പേർ? അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. മുൻഗാമികളൊക്കെ ലക്ഷക്കണക്കിന് ദിക്റാണ്. 1 ലക്ഷം ഒന്നും അല്ല, ലക്ഷങ്ങൾ അങ്ങ് എണ്ണി തീർക്കാൻ, കണക്കില്ലാതെ ചൊല്ലി തീർക്കാൻ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവുമായിട്ട് അടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഏതാണ്? മാ അസ്ഹലു ത്വരീഖ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള എളുപ്പ വഴി ഏതാണ്? നബി തങ്ങൾ കൊടുത്ത മറുപടി, അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും നീ അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് കൂടണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എപ്പോഴും ദിക്ർ വേണം. ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റിലായി നാവ് നനച്ചുകൊണ്ടിരിക്കണം. അലി റളിയല്ലാഹുവിനെ അപ്പോൾ ചോദിച്ചു വന്നാണ്, എന്നാൽ എനിക്ക് ഒരു ദിക്ർ ഇജാസത്ത് നൽകി. നമ്മളൊക്കെ ഉസ്താദുമാരെ കാണുമ്പോൾ, വലിയ സൂഫികളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ഇല്ലേ ഉസ്താദേ, എനിക്കൊരു ദിക്ർ താ, എൻ്റെ ആഖിറത്തിന് വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി. ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. അപ്പൊ അവരൊരു ദിക്ർ തരും, അത് ഇജാസത്ത് നൽകാണ്. ഇന്ന ശേഷം ഇത്ര വെച്ച് ചെല്ലിൻ എന്ന് പറഞ്ഞുകൊണ്ട് തരും. ഒരു പക്ഷേ ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും തരുന്നത്, നമ്മൾ ഒരുപാട് ചെല്ലാറുള്ളതായിരിക്കും. പക്ഷെ ഈ അനുവാദം വാങ്ങിച്ചെല്ലുന്നതും അനുവാദമില്ലാതെ കൊട്ടപ്പടി ചെല്ലുന്നതും രണ്ടും രണ്ടാണ്. ഒരു ഉസ്താദിൽ നിന്ന്, ഒരു ശൈഖ് അവറുകളിൽ നിന്ന് തന്റെ ശിഷ്യൻ അല്ലെങ്കിൽ മുരീദിന് കൊടുക്കുന്നതാകുന്ന ഒരു ദിക്ർ 100 എണ്ണമായിരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത്. ഇത് ഞാൻ ചെല്ലുന്നതാണല്ലോ, 1000 ഞാൻ ഡെയിലി ചെല്ലുന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഉസ്താദിന് കൈമാറി കിട്ടിയ ഒരു സനദ്, ഒരു പരമ്പരയുണ്ട്. അത് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന ഒരു പരമ്പരയാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന്, ആ ഉസ്താദിന് അദ്ദേഹത്തിന്റെ ശൈഖ് അവറുകളിൽ നിന്ന്, അവിടുന്ന് വലിയ വിലായത്തിന്റെ മർത്തബയിലുള്ള മഹാന്മാരിൽ നിന്ന്, അതിങ്ങനെ അയിമ്മത്തുകളിലേക്ക്, അത് താബികളിലേക്ക്, അത് ബഹുമാനപ്പെട്ട സ്വഹാബത്തിലേക്ക്, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു പരമ്പരയുണ്ട്. ആ പരമ്പരയിലൂടെ കടന്നു കിട്ടിയതാകുന്ന ആ ദിക്ർ ഇജാസത്ത് കിട്ടി 100 എണ്ണം ചെല്ലുമ്പോഴാണ് ബലം. മനസ്സിലായിക്കോ? അതുകൊണ്ട് എല്ലാവരും അങ്ങനെ നമ്മുടെ ഉസ്താദുമാരെ സമീപിച്ചിട്ട് അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങണം. ആഖിറത്തിന് വേണ്ടി ചെല്ലാൻ വേണ്ടിയാണ്, അല്ലാതെ വെറുതെ വാങ്ങാനല്ല. ചിലർക്കുണ്ട് ഉസ്താദെ ഒരു ദിക്ർ, അപ്പൊ നമ്മൾ 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുക്കുമ്പോൾ പറയും, അത് ഞാൻ 20,000 ചെല്ലുന്നതാണ്. വെറുതെ പറയാൻ. 100 ഖുൽ ഹുവല്ലാഹ് കൊടുക്കുമ്പോൾ പറയും, ഞാൻ 213 ഖുൽ ഹുവല്ലാഹ് ഇല്ലു. വെറുതെ പറയാൻ. അങ്ങനെയുണ്ട് ചില ആളുകൾ, ജാടയിട്ട് വർത്താനം പറയാം. ഇതെല്ലാം ചെല്ലാനാണെങ്കിൽ പിന്നെ നേരം വെളുക്കുന്നവരെ വൈകുന്നേരം വരെ അതിനെ സമയം ഉണ്ടാവുള്ളൂ. എന്നാലും ദിക്ർ വേണം. വാങ്ങിച്ചു വെക്കുന്നതിലല്ല കാര്യം, വാങ്ങുന്നത് കൃത്യമായി ചെല്ലുന്നതിലാണ് കാര്യം. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല, എത്ര കുറഞ്ഞതാണെങ്കിലും അത് കൃത്യമായി ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. സയ്യിദുനാ റസൂലുള്ളാഹി 5 വഖത്ത് നമസ്കാരം, അതിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ,
സുന്നത്തായ കാര്യങ്ങളൊക്കെ ശീലിക്കുന്നു, തന്റെ കുടുംബാന്തരീക്ഷം ദീനിയായ രീതിയിൽ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100, സ്വലാത്ത് 100, അസ്തഗ്ഫിറുല്ലാഹൽ അലീം 100, ബിസ്മി ചൊല്ലിക്കൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 100, യാ ഹയ്യു യാ ഖയ്യൂം 100. കുറഞ്ഞ ദിക്റേ ഉള്ളൂ. അതുപോലെ ബദരിയത്ത് ഓതുന്നവർ അത് കൃത്യമായി അസ്മാഉൽ ഹുസ്ന ഒരു 11 മോദി ഇങ്ങനെ കൃത്യമായി അതൊരൊറ്റ ദിവസം മുടങ്ങാതെ പോകുന്നുണ്ടോ, അവൻ രക്ഷപ്പെടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇതൊന്നുമല്ല, ഒരു ദിവസം 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പിന്നെ 10 ദിവസം ഉറക്കാണ്, പിന്നെ ജുമായില്ല ജമാഅത്തും ഇല്ല, ഉറക്കം തന്നെ. കാരണം എന്താ, 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കമൊഴിച്ച് കഴിഞ്ഞ ദിവസം ചൊല്ലിയായിരുന്നു, സുബൈ പിന്നെ ഇല്ല. അങ്ങനെ ആക്കാൻ പാടില്ല. കൃത്യമായി ഇബാദത്ത്, അതിലാണ് കാര്യം. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവനെ രക്ഷപ്പെടുകയുള്ളൂ. അതാണ് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ, നിത്യമായി ചെയ്യാൻ സൗഭാഗ്യം ലഭിച്ചവൻ. വൈൻ കല്ല, അതെത്ര കുറവാണെങ്കിലും ഈ പറഞ്ഞതാകുന്ന ഫർളുകൾ ഒരുമിച്ച് കൂട്ടി അതിൽ ചെറിയ സുന്നത്തുകളും കൂടി കലർത്തിയിട്ട് വളരെ കുറഞ്ഞ അമലേ ഉള്ളൂ. മാഷാ അല്ലാഹ്, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമ്മളെ കബൂലാക്കും, ഉറപ്പാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത് ജീവിതത്തിൽ വേണം. നാവ് കൊണ്ട് ആവശ്യമില്ലാതെ പറയാൻ പാടില്ല. സലാത്ത് എത്ര എണ്ണം ചൊല്ലി തീർത്തിട്ടുണ്ട്, എത്ര സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്, എത്ര അൽഹംദുലില്ലാഹ് പറയാൻ സാധിച്ചിട്ടുണ്ട്, എത്ര അല്ലാഹു അക്ബർ പറയാൻ സാധിച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കണേ. മരിക്കാൻ സമയമെടുത്തിരിക്കുകയാണ്. അസ്രായീൽ അലൈഹിസ്സലാം നിന്റെ ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്ന് കിടന്നിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ നീ അടുത്തിട്ടുണ്ട് മരണത്തോടെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് നിന്റെ കാതിൽ മുഴങ്ങി കേൾക്കേണ്ടതാണ്. നിന്റെ ഹൃദയത്തിൽ എപ്പോഴും അത് വല്ലാതെ ഇടിമുഴക്കം സൃഷ്ടിക്കേണ്ട വചനമാണ്. അടുത്ത സെക്കൻഡിൽ മരിക്കാനുള്ളവനാണ്. എത്ര ദിക്ർ എന്റെ ജീവിതത്തിൽ ചൊല്ലിത്തീർക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, എത്ര സലാത്ത് ഞാൻ ചൊല്ലിയിട്ടുണ്ട്, എത്ര ഇബാദത്തുകൾ എന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, എത്ര ഫർള് നമസ്കാരങ്ങൾ ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ആ ഫർളിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ എത്രയാണ് എനിക്ക് ചിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. ആ ഫർളായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ളതായ അദ്കാറുകൾ കൃത്യമായി അടയാളപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? അവൻ തെറ്റ് ചെയ്തവനാണെങ്കിലും അള്ളാഹു എല്ലാ ചെറുപാപങ്ങളും പുറത്തു കൊടുക്കും. എന്ത് ചെയ്താൽ മതി? സുബഹിക്ക് ശേഷവും മഗ്രിബ് കഴിഞ്ഞും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം വെച്ച്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതല്ലേ? അതിന് സുബഹിക്ക് എഴുന്നേക്കണ്ടേ, എന്നാലല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സുബഹിക്ക് എഴുന്നേക്കുന്ന 9 മണിക്കാൻ. അങ്ങനത്തവനോട് ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവ്വൽ വഖത്ത് സുബഹി നമസ്കരിക്കും. ആ സുബഹിയുടെ സുന്നത്തിന്റെ ശ്രേഷ്ഠത ഞാൻ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. എത്ര ശ്രേഷ്ഠതയാണ്! മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആയിരക്കണക്കിന് വിശ്വാസിനികളാണ് ഇന്ന് ആ സുബഹിയുടെ സുന്നത്ത് ആ പ്രഭാഷണം കേട്ടിട്ട് നിലനിർത്തുന്നത്. അള്ളാഹു അവർക്ക് ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. ഒരുപാട് പേര് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. സുബഹിയുടെ സുന്നത്തിന്റെ മഹത്വം, എല്ലാ വിഷമങ്ങളും ദൂരീകരിക്കപ്പെടും, എല്ലാ പ്രയാസങ്ങളും മാറും. അതിൽ ചില സൂറത്തുകൾ വ്യക്തമായി കൊണ്ട് ഓതിയാൽ. ഞാനിപ്പോൾ അതിലേക്കൊന്നും മടക്കുന്നില്ല, കാരണം അങ്ങനെ സമയം നീണ്ടുപോകും. ഞാൻ ഭയക്കാണ്, ചുരുക്കി പറയാൻ. പിന്നെ നമ്മളൊരു വാതിൽ വരുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് അമലിനുള്ളത് പറഞ്ഞു തരണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ നിർത്തി പറയുന്നത്. ഈ കാര്യങ്ങൾ അതിനു വേണ്ടിയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ അമലിന് വേണ്ടിയുള്ളതാണ്. കുറച്ച് മരണത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് റൂഹ് പിടിക്കുന്ന പറഞ്ഞ് ഞങ്ങൾ പോകുന്നതിലല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തിരികൊളുത്തണം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അമലുണ്ടാവണം. അതിനുവേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ, അതിനൊരു പ്രചോദനമാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ സുബഹി കഴിഞ്ഞും മഗ്രിബിന് ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ആ ദിക്ർ, വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര പ്രാവശ്യം? 10 പ്രാവശ്യം. സുബഹി കഴിഞ്ഞ് ഉദയം വരെ ദിക്ർ ചൊല്ലി ഇരുന്ന് നോക്കിൽ ഉംറ നിർവഹിച്ച പ്രതിഫലം. സൗദിയിലേക്ക് പോകാൻ പറ്റുന്നില്ല, പോകണ്ട. നീ ഇവിടെ നിന്റെ പള്ളിക്കകത്ത് നിന്റെ വീടിന്റെ അകത്തലത്ത് ഉംറ നിർവഹിച്ച പ്രതിഫലം നിന്റെ പടിവാതിക്കൽ ലഭിക്കും. എന്ത് ചെയ്താൽ മതി? സുബഹി കഴിഞ്ഞിട്ട് ഉദയം വരെ അനങ്ങാതെ ആ ഇരുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകട്ടെ, സലാത്താകട്ടെ, നിനക്കറിയാവുന്ന രീതിയിൽ ഖുർആൻ പാരായണമാകട്ടെ ചെയ്തുകൊണ്ടിരിക്കണം. قال رسول الله صلى الله عليه وسلم قوم صلوا الصبح وذكروا الله عز وجل حتى تطلع الشمس تعدل عمرة تامة
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾ അവർ സുബഹി നമസ്കരിച്ചിട്ട് ഉദയം വരെ ദിക്ർ ചൊല്ലി കൂടുന്നവരുണ്ടോ, ഉദയത്തിന്റെ സമയം ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. പള്ളിയിലേക്ക് കയറുമ്പോ നമസ്കാരത്തിന്റെ സമയം കുറിച്ചിടുന്ന സ്ഥലത്ത് ഉദയത്തിന്റെ സമയം കുറിച്ചിടപ്പെടാറുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്നൊന്ന് പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. സുബഹിക്ക് നമസ്കരിക്കാൻ വേണ്ടി കയറുന്ന മനുഷ്യ ആ ഉദയം വരെ ദിക്റിലായി മുസല്ലയിൽ കഴിഞ്ഞുകൂടിയാൽ, ഖുർആൻ ഓതിക്കൊണ്ട് കഴിഞ്ഞാൽ, സലാത്ത് ചൊല്ലിക്കൊണ്ട് കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, തഅദിലു ഉംറതൻ താമതൻ താമതൻ തമാ, പരിപൂർണമായ 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 ഉംറയുടെ പ്രതിഫലം അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. പള്ളിയിലേക്ക് കയറുമ്പോൾ കണ്ടിട്ടില്ലേ, പള്ളിയിൽ സമയം എഴുതി വെക്കുന്നതിന് അവിടെ ഉദയം എന്നതിന്റെ എഴുതിയിട്ട് സമയം കുറിച്ചിട്ടുണ്ടാവും. എന്തിനാ അങ്ങനെ? ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇബാദത്ത് എടുക്കാനാണ്. ആ സമയം വരെ ഇബാദത്ത് എടുക്കണം. സുബഹി കഴിഞ്ഞിട്ട് ആ സമയം വരെ അനങ്ങാതിരുന്ന് ദിക്ർ ചൊല്ലി നോക്ക്. ഉംറ നിർവഹിച്ച വെറുതെ ഡെയിലി കിട്ടും ഉംറ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് വീട്ടിലെ സ്ത്രീകൾക്കും കിട്ടും, ആ സമയം അറിഞ്ഞാൽ മതി. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കരിച്ചിട്ട് 1 മണിക്കൂറെങ്കിലും എന്നർത്ഥം, ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും അവിടെ തന്നെ ഇരിക്കണം. ഉംറയുടെ ആ ഒരു ടൈമല്ലേ, അത്രയും നേരം തവാഫ് സഅയ് ഒക്കെ ചെയ്യുന്നതിന് ആ ഒരു സമയം അതവിടെ ഇരിക്കും. എന്നിട്ട് ദിക്ർ ചെയ്യും, ഖുർആൻ ഓതി. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ എത്രയോ അമലുകൾ കഴിയും. നമ്മൾ എന്തേ ഇതിനൊക്കെ വിമുഖത കാണിക്കുന്നത്? ഇതൊക്കെ മനസ്സിലാക്കാതെ പോകുന്ന എന്തിനാണ്? നിന്റെ നാവ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന എത്രയോ അമൽ. ഖുർആൻ ഓതി എത്ര ഖത്തം തീർത്തിട്ടുണ്ട്. മരിച്ചവർക്ക് വേണ്ടി 5ഉം 10ഉം ഖത്തം തീർത്തവർ എന്തേ സ്വന്തത്തിന് വേണ്ടി ഖത്തം തീർക്കാതെ പോയത്? സ്വന്തത്തിന് വേണ്ടി ഖത്തം വേണ്ടേ? അതോ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മക്കളൊന്നും പറഞ്ഞ് കാത്തിരിക്കുകയാണെങ്കിൽ? ഒന്നുമില്ല. മക്കള് വാപ്പ മരിക്കാൻ കാത്തിരിക്കുകയാണ്, സ്വത്തൊന്ന് വീതിച്ചെടുക്കാൻ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. മക്കള് മരിച്ചു കഴിയുമ്പോൾ ഓതുവെന്നാണോ? അതൊക്കെ ആ 1-2 ദിവസങ്ങളിലേക്കുള്ള ഓത്ത് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയുള്ള ഓത്ത്, 10 പേരുടെ മുന്നിൽ പ്രശംസ കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്വതക്ക. അത് ഇന്ന ആള് പള്ളിക്ക് വേണ്ടി ഇത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഉസ്താദിന്റെ കൊരവള്ളിക്ക് പിടിക്കും. അങ്ങനത്തെ മക്കൾ. അറെന്താ ഈ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ 10 പേരുടെ മുന്നിൽ ഞാൻ 5000 കൊടുത്തു എന്ന് പറയലാണ് ലക്ഷ്യം. അള്ളാഹു ലോകമാന്യ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിത്തരട്ടെ. അത് പോയി റിയാഅൻ, മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതാണ് നമ്മുടെ അവസ്ഥ. ആഖിറത്ത് ലക്ഷ്യമായിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ട്? എത്ര ഖത്തം നമ്മുടെ ജീവിതത്തിൽ തീർത്തിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ആരും കൈ ഉയർത്താനല്ല, അവനവനൊന്ന് സ്വന്തം ചിന്തിക്കൻ. ഖുർആൻ 30 ജുസ്, 10 പേജേ ഉള്ളൂ ഒരു ജുസ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. ഒരു ദിവസം നിനക്ക് 10 പേജ് വെച്ച് ഓതിയാൽ 1 മാസം കൊണ്ട് 30 ജുസ് പൂർത്തിയാക്കാം, ഒരു ഖത്തം പൂർത്തിയാക്കാം. ഇതിനാണ് മാസങ്ങളെ അള്ളാഹു ഇങ്ങനെ ക്രമീകരിച്ചത്. ഒരു 10 പേജ് വെച്ച് നിനക്ക് ഡെയിലി ഓതിക്കൂടെ? പള്ളിയിൽ കൃത്യമായി വരുന്നവനാണെങ്കിൽ സുബഹിക്ക് കഴിഞ്ഞ് നിസ്കരിക്കും, നിസ്കാരം കഴിഞ്ഞ്, അല്ലെങ്കിൽ നിസ്കാരത്തിന് മുമ്പ് ഒരു പേജ്, നിസ്കാരം കഴിഞ്ഞ ഒരു പേജ്, അങ്ങനെ 5 വക്കത്ത് ഓതിയാൽ തന്നെ 10 പേജായി. ദിവസം നിസ്കരിക്കുന്നവനാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. ആ നിസ്കരിക്കുന്നതിന് അടുത്ത് തന്നെ ഒരു മുസല്ലയുടെ അടുത്ത് ഖുർആൻ വെച്ചു, എന്നിട്ട് കൃത്യമായിട്ട് ഇതുപോലെ ഒന്ന് ഓതി വായിക്കാം, അവന് ബുദ്ധിമുട്ടേ ആവൂല. മറ്റേത് നമ്മൾ ഇതിനു വേണ്ടി തന്നെ ഒരു 5 ജുസു അല്ലെങ്കിൽ ഒരു 2 ജുസു അടുപ്പിച്ച് ഓതണമെന്ന് പറയുമ്പോൾ ദിവസം മുടങ്ങിപ്പോകും. അതായത് നിസ്കരിക്കുന്ന ആ സമയം തന്നെ, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്ത് ഖുർആൻ ഇരിപ്പുണ്ട്, ഒന്ന് എടുത്തിട്ട് 2 പേജ് ഓതിയിട്ട് അങ്ങനെ ഒന്ന് ദിനേന ചര്യയാക്കി നോക്ക്. അതാകുമ്പോൾ ഒരു വക്കത്ത് ഓതാൻ നമുക്ക് ബുദ്ധിമുട്ടായാൽ പോലും, എന്തെങ്കിലും തിരക്കായാൽ പോലും അടുത്ത വക്കത്തിൽ ഓതി തീർക്കാം. കാരണം 2 പേജ് ഓതിയാൽ മതി, അപ്പോൾ പെട്ടെന്ന് ഓതാം. അങ്ങനെ ഒന്ന് ശീലിച്ചു നോക്കിക്കേ. ഒരു മാസത്തിൽ ഒരു ഖത്മോ നമുക്ക് സുഖമായിട്ട് പറ്റൂലേ? ദിവസം ഒരു ഖത്മ ഓതിയ വ്യക്തിയല്ലേ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു? ദിവസം ഒരു ഖത്തം, ഒരു ദിവസം ഒരു ഖത്തം. റമളാനിൽ ഒരു ദിവസം 2 ഖത്തം സയ്യിദുന ശാഫി റളിയല്ലാഹു അൻഹു. അവരൊക്കെയാണ് നേതാക്കൾ. ഇമാം ശാഫി റളിയല്ലാഹുവിന്റെ അനുയായികളാണ് നമ്മളോ? അല്ലാഹ്, ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ട് കുറച്ച് മാസങ്ങളായി. റമളാന് മുമ്പ് പോയത് അവസ്ഥ, പിന്നെ അല്ലാഹ് ഖുർആനൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ അവസ്ഥ. അന്നും ഇന്നും നിസ്കാരത്തിൽ ഖുൽ ഹുവല്ലാഹേ ഉള്ളൂ, വേറൊരു സൂറത്ത് പോലും അറിയത്തുമില്ല. പഠിക്കാനും മുതിർന്നിട്ടില്ല. നമ്മളാണ് മോമിനീങ്ങൾ, വലിയ സുന്നികളാണ്, സ്വർഗത്തിന്റെ അഹ്ലുകാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്കാനാണ് പറഞ്ഞത്. ഖുർആനോത്ത് എവിടെ? ദിക്റില്ല, സലാത്തില്ല, ഒന്നുമില്ല ഈ നാവുകൊണ്ട്. പിന്നെന്താ ഉള്ളത്?
ഈ രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് നമ്മുടെ നാവ് കൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫനായും ഫസാദും കവലകളിലിരുന്ന് ഇങ്ങനെ പറയല് തന്നെ. എത്ര പേരെ കുറിച്ച് അപവാദം പറഞ്ഞത്? അവരൊക്കെ നാളെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. ഇതൊക്കെ ദുന്യാവാണ്, നശ്വരമായ ലോകമാണ്. അനശ്വരവും അനന്തവുമായ ലോകത്തിന് വേണ്ടിയല്ലേ നീ ജീവിക്കേണ്ടത്? നീ നിന്റെ പാരത്രിക ലോകം മുഅ്മിനീങ്ങൾ ഇല്ലാതാക്കാൻ പാടില്ല. നമുക്ക് നാളെ ആഖിറമാണ് വലുത്. ഖബർ ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവിടെ ചോദ്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവിടുന്ന് പുനർജീവിപ്പിച്ച് മഹ്ശറിലേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവിടെ ചോദ്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവിടെ നിന്ന് നാളെ സിറാത്ത് എന്ന പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. സ്വർഗത്തിൽ കാലാകാലം വസിക്കുമെന്ന് വിശ്വസിക്കുകയും ഉറപ്പിക്കുകയും അതിനുവേണ്ടി അമൽ ചെയ്യുന്നവരാണ് നമ്മൾ. എന്തേ നമുക്ക് നമ്മുടെ നാവിന്റെ വിഷയത്തിൽ പോരായ്മ വന്നു പോയത്? എന്താ പറ്റിപ്പോയത്? അതുകൊണ്ടൊന്ന് നന്നാകിൻ. ഒന്ന് രണ്ട് ഹദീസ് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. നീട്ടുന്നില്ല, അവിടെ ശ്രദ്ധിച്ചോളൂ. തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് പറയുകയാണ്, ഔസിനി, എനിക്കൊരു വസിയത്ത് നൽകണേ റസൂലേ, എനിക്കൊരു ഉപദേശം നൽകണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, ആഖിദം ബിലിസാനിഹി ബിയദിൽ ഐസർ, തന്റെ ഇടത് കൈകൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ നാവിനെ നീ സൂക്ഷിക്കണേ. ഈ നാവ് കൊണ്ട് നീ ഫനായും ഫസാദ് പറയരുതേ. ഈ നാവ് കൊണ്ട് മോശപ്പെട്ട സംസാരം അരുതേ. മാതാപിതാക്കളെ മാത്രമല്ല, കുടുംബത്തിലുള്ളവരെ മാത്രമല്ല, കൂട്ടുകാരെ മാത്രമല്ല, നാട്ടുകാരെ മാത്രമല്ല, അയൽവാസികളെ മാത്രമല്ല, ലോകത്തുള്ള ഒരാളെ കുറിച്ചും നിന്റെ നാവ് കൊണ്ട് മോശത്തരം പറയരുതേ. ഈ നാവിനെ സൂക്ഷിക്കണേ ഹബീബായ റസൂലുള്ളാഹി. എന്നെ ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞപ്പോ നബി കൊടുത്ത ഉപദേശം ഇതാ, പോയി നിസ്കരിക്കാനല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഈ നാവ് നീ ശ്രദ്ധിച്ചോ, പൊയ്ക്കോ. സയ്യിദുനാ റസൂലുള്ളാഹി നാവിങ്ങനെ കൈകൊണ്ട് പിടിച്ച്, ഇടത് കൈകൊണ്ട് നാവിനെ പിടിച്ചിട്ട് പറഞ്ഞതേ, ഇത് നീ ശ്രദ്ധിച്ചാൽ മതി, രക്ഷപ്പെടും. സയ്യിദുനാ റസൂലുള്ളാഹി. ഒരുപക്ഷെ ആ വ്യക്തി അത്തരത്തിൽ മോശമായ വർത്താനം പറഞ്ഞവരായിരിക്കാം. ആയിക്കോട്ടെ, അല്ലാതെ ആയിക്കോട്ടെ, ഈ ഉമ്മത്തിന് പഠിക്കാനായി നാവ് ചെറിയ വിഷയമല്ല. സഹാബത്തിൽ പെട്ടതായ ഒരു വ്യക്തി മരണപ്പെടുകയാണ്. അള്ളാന്റെ റസൂൽ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ജനാസ കാണുകയാണ്. റസൂലുള്ള ജനാസയെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഹബീബായ നബി തങ്ങളോടൊരു സഹാബി പറയുകയാണ്, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഈ കടക്കുന്ന മനുഷ്യനെ സ്വർഗാവകാശിയാണെന്ന സന്തോഷ വാർത്ത അറിയിക്കണേ റസൂലേ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, ലാ ഇല്ല സ്വഹാബ ഫലഅല്ലഹു അൻ യതകല്ലമ ഫീമാ ലാ യഅനി. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും ഫനായും ഫസാദും പറഞ്ഞിട്ടുണ്ടാകാം, നാവ് കൊണ്ട് അശ്ലീലം സംസാരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ മരണപ്പെട്ട വ്യക്തിയെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫലഅല്ലഹു അൻ യതകല്ലമ ഫീമാ ലാ യഅനി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ട് ഫനായും ഫസാദും പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ സ്വർഗാവകാശിയാണെന്ന് പറയാത്തത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട്, അത് രാഷ്ട്രീയമായിട്ട് എന്തായിക്കോട്ടെ, അതിലും ഇതിലൊക്കെ ഇടപെട്ടിട്ട് നിന്റെ നാവ് നീ ഫനായും ഫസാദിലും കളയണ്ട. മരണപ്പെട്ട് കിടക്കുമ്പോ ചിരിച്ചു കിടക്കുന്നത് സ്വർഗത്തിലാണെന്ന് പറയാൻ നിൽക്കട്ടെ. ആവശ്യമില്ലാത്ത കാര്യം ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം പലരെ കുറിച്ചും. അതുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഞാനില്ല. മുഹമ്മദ് റസൂലുള്ളാഹി.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മർറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്നു നീങ്ങവേ അല്ലാഹുവിന്റെ റസൂൽ ആ സമൂഹത്തോട് പറയുകയാണ്, തഖല്ലലൂ തഖല്ലലൂ തഖല്ലലൂ, ഒന്ന് പല്ലു കുത്തണേ പല്ലു കുത്തണേ, നിങ്ങൾക്കിടയിൽ ഇതാ പച്ചമാംസം ഞാൻ കാണുകയാ. തഖല്ലലൂ, ഉടനെ അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഫവല്ലാഹി മാ തുഇംനൽ ലൗമ തുആമാ, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല റസൂലേ. ഒന്നും കഴിക്കാത്ത ഭുജിക്കാത്ത ഞങ്ങളോട് എന്തിനാണ് പല്ലുകുത്താൻ പറയുന്നത് റസൂലേ? അല്ലാഹുവിന്റെ റസൂലുടനെ പറയുകയാണ്, ഇന്നീല അറാ ലഹമ ഫുലാനിൻ ബൈന സനായാകും, ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ വട്ടം കൂടിയിരുന്നു കൊണ്ട് ഫനായും ഫസാദും പറഞ്ഞില്ലയോ? അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട് കൂട്ടരെ. അതുകൊണ്ട് തഖല്ലലൂ, അത് നിങ്ങൾ കുത്തിക്കളയണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മറ്റുള്ളവരെ കുറിച്ച് ഫനായും ഫസാദ് നിങ്ങൾ പറഞ്ഞില്ലേ? ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫനാ പറഞ്ഞില്ലേ? ആവശ്യമില്ലാത്ത പറഞ്ഞില്ലേ? അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട്, അതാണ് നിങ്ങളോട് കുത്തിക്കളയാൻ പറഞ്ഞത്. അല്ലാതെ വയറ് നിറച്ചിട്ട് പൊറോട്ടയും ബീഫും കഴിച്ചതിന്റെ കഥയല്ല. തഖല്ലലൂ, അതുകൊണ്ട് പല്ലൊന്നു കുത്തണേ സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും പല്ല് കുത്തുന്ന ഒരു സാധനം വേണ്ടി വരും. കുത്താനേ നേരം ഉണ്ടാവുള്ളൂ, പോടുകൊണ്ട് രക്ഷയില്ല. കാരണം എന്താ, എപ്പോഴും ഇത് തന്നെ. നിസ്കരിക്കാൻ വന്നാൽ പോലെ അതാ പറഞ്ഞത്, ഉപയോഗിക്കാൻ വന്നാൽ രാവിലെ നേരം വെളുത്ത് മൈൻഡെല്ലാം ക്ലിയർ ചെയ്തെന്നാ കരുതുന്നത്. രാവിലെ പ്രഭാതത്തിൽ വളരെ റാഹത്താണെന്നാണ്. നിസ്കരിച്ചിട്ട് വേഗം പോയി കടയിൽ പോയിരുന്നിട്ട് അങ്ങോട്ട് തുറക്കുന്ന ആക്ക് എൻ്റെ പൊന്നോ തീർന്ന് ഇതാവസ്ഥ. രാവിലെ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താ? കടയിൽ പോയിട്ട് രണ്ട് പറയണം. മുപ്പര് സംസാരിക്കുമ്പോൾ അങ്ങ് സംസാരിക്കുക. അല്ലാഹു നമ്മളെ കാത്തിരി സംരക്ഷിക്കട്ടെ. മൊത്തത്തിൽ പറയാൻ പല സ്ഥലങ്ങളിലെ അവസ്ഥ ഇതാണ്. ഇവിടെ അങ്ങനെ കടയുണ്ടോ വർത്താനം ഉണ്ടോ എന്ന് അല്ലാഹു അല, ഉണ്ടെങ്കിൽ മാറ്റിക്കോ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നാവ് നന്നായിക്കോ. മയ്യൽമല്ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖദി അൽമല്ലഹുൽ ജന്ന, രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതാകുന്ന അവയവത്തെയും തുടയല്ലുകൾക്കിടയിലുള്ളതാകുന്ന ജനനേന്ദ്രിയത്തെയും ആരൊരുവൻ സംരക്ഷിക്കാമെന്ന് എന്നോട് ജാമ്യം നിന്നാൽ അൽമല്ലഹുൽ ജന്ന, അവന് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യമാണ് ജാമ്യമാൻ. ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി. എന്താ രണ്ട് അവയവം, ഈ രണ്ടവയവത്തെയും ഹറാമിൽ നിന്ന് കാത്ത് സംരക്ഷിക്കാമെന്ന് ജാമ്യൻ ആരെങ്കിലും നിന്നാൽ അൽമല്ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊടുക്കും സയ്യിദുനാ റസൂലുള്ളാഹി. അവന് സ്വർഗം ഞാൻ വാങ്ങിത്തരാം സയ്യിദുനാ റസൂലുള്ളാഹി. ചങ്കൂറ്റമുണ്ടോ പെരുമാതറയിലുള്ള പ്രിയപ്പെട്ട വിശ്വാസി സമൂഹത്തിന്? ചങ്കൂറ്റമുണ്ടോ റസൂലുള്ളാഹിയുടേതാകുന്ന ഈ ഒരു വചനം ഏറ്റെടുക്കാൻ? ഉണ്ടോ? ഉണ്ടോ? ചങ്കൂറ്റം ഉണ്ടോ? ഏതൊക്കെ രണ്ടവയവം? ഒന്ന് നാവ്, രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവ്, മറ്റൊന്ന് തുടയല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയം, ലൈംഗിക അവയവം. ഇത് രണ്ടും ഹറാമിലേക്ക് പോകാതെ സംരക്ഷിക്കാമെന്ന് ജാമ്യം നിന്നാൽ ഉറപ്പ് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം സയ്യിദുനാ റസൂലുള്ളാഹി. അതൊക്കെയാണ് വാക്ക്. നബി പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. നബി ഉറപ്പായിട്ടും കിടത്തും. സുജൂദിൽ കിടന്ന് എൻ്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിൽ കിടക്കുന്നത് വരെ ഞാൻ സ്വർഗത്തിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ശുപാർശ ചെയ്യുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ആ പ്രവാചകരാ പറയുന്നത്. അതുകൊണ്ട് നീ ഉറപ്പിച്ചോ, ജാമ്യം നിൽക്കാൻ തയ്യാറാകണം. ഇത് കഴിഞ്ഞിട്ട് പോയി വാട്സാപ്പിൽ പോയി ചാറ്റിംഗ് ആണ്, പിന്നെ അങ്ങനെ രക്ഷപ്പെടും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നാവിനെ ശ്രദ്ധിച്ചോ, നാവിനെ ശ്രദ്ധിച്ചോ. ഇതൊക്കെ അവസാന സമയത്ത് തൊണ്ടക്കുഴിയിലേക്ക് റൂഹത്ത് നിൽക്കുമ്പോൾ മലക്ക് വന്നുകൊണ്ട് നിന്നോട് ചോദിക്കുന്ന രംഗമാണ്. ഒമാ അസ്കതഹുല്ലവും, എന്തേ നാവിനെ നനക്കാൻ പറ്റാതായി പോയത്? നാവനക്കാൻ പറ്റാതായി പോയല്ലോ. ഒമാ അസ്കതഹുല്ലവും,
നാം ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞതല്ലേ, എന്ത് പറ്റി ഇപ്പോ? കനങ്ങാപ്പാറയായിട്ട് നിലകൊള്ളുന്നതിന്റെ കാരണം എന്താണ്? മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ദിക്ർ ഹൽക്കയ്ക്കൊക്കെ നമ്മൾ പങ്കെടുക്കണം. വീട്ടിൽ തന്നെ ഒരു 10 മിനിറ്റ്. പണ്ട് കാലത്ത് മഗ്‌രിബിന് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള സമയം കൊച്ചുകുട്ടികളെ പുറത്തിറക്കരുതെന്നാണ് ഹദീസുണ്ട്. ഇദാ ഖറബത്തി ശംസു യന്തശിറു ശയാത്തീനു ഫഖ്തഫു സുബിയാനകും വഹ്ബിസു മവാശിയകും ഹബീബ് റസൂലുള്ളാഹി. സമയമില്ലാത്തതുകൊണ്ടാണ്, ഇല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇദാ ഖറബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചാൽ, യന്തശിറു ശയാത്തീനു, പിശാച് പരക്കുന്ന സമയമാണ്, പിശാച് പാറിക്കളിക്കുന്ന സമയം അതാണ് ആ മഗ്‌രിബിന്റെ അസ്തമയ സമയം. അതുകൊണ്ട് ഫഖ്തഫു സുബിയാനകും, നിങ്ങളുടെ കൊച്ചുകുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണേ വീട്ടിന്റെ ഉള്ളിൽ. പുറത്ത് കളിക്കുകയാണെങ്കിൽ ഇങ്ങ് വരാൻ പറയണം. മഗ്‌രിബ് വാങ്കുളിക്കുന്നതിന് മുമ്പ്, അസ്തമയത്തിന് മുമ്പ്. വഹ്ബിസു മവാശിയക്കും, നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിടുകയും ചെയ്യണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം പിശാച് പിടിക്കാൻ കാരണമുണ്ട്. ഈ 2 വസ്തുക്കളെയും, മൃഗങ്ങളെയും പിടിക്കും, മനുഷ്യനെയും പിടിക്കും. പൈശാചികത അത് കാണിക്കും. രാത്രിയിൽ ഉറക്കമില്ലാതെ കിടന്ന കരച്ചിൽ, എന്ത് ഓതിയിട്ടും കാര്യമില്ല. ഇന്ന് മഗ്‌രിബിന്റെ സമയം എടുക്കുമ്പോൾ എല്ലാവരും പാർക്കിലും മാളിലും ഒക്കെ പോയിരിക്കാൻ. അപ്പൊ അതൊക്കെ കുറെ അടച്ചതുകൊണ്ട് അങ്ങനെ. എന്നാലും തുറന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഓടാൻ വലിയ തയ്യാറായിരിക്കാൻ. ബീച്ചിൽ അവിടെ ഇവിടെയൊക്കെ പോയി മഗ്‌രിബിന്റെ സമയമാകുമ്പോൾ കടയിൽ പർച്ചേസിന് കൊച്ചുകുട്ടികളായിട്ട് ഇറങ്ങാൻ. കൊറോണയുടെ ഈ ഘട്ടം ഒഴിച്ചാൽ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും സമന്മാരാണ് ഈ വിഷയത്തിൽ. മഗ്‌രിബിന്റെ സമയത്ത് നിങ്ങൾ അങ്ങനെ ഇറങ്ങാൻ പാടില്ല. ഏറ്റവും ശ്രേഷ്ഠമായ നല്ല സമയം പഴയ കാലഘട്ടങ്ങളിൽ ആ 10 മിനിറ്റാണ് ശരിക്കും വിനിയോഗിക്കുക ദീനിന് വേണ്ടി. മഗ്‌രിബിന് തൊട്ട് മുമ്പ് എല്ലാവരും പള്ളിയിൽ കയറി, പുരുഷന്മാർ, സ്ത്രീകളെല്ലാവരും വീട്ടിൽ കൊച്ചുമക്കളെയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, സ്വലാത്ത് ചൊല്ലും. മഗ്‌രിബിന് മുമ്പ് ഒരു 2 മിനിറ്റ് മുമ്പ് ദുആ ചെയ്യും. എന്ത് റാഹത്താണ്! സമൃത്യലബ്ധിക്കെന്ത് വേണം സാഹിബി, വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്‌രിബി. ദെൻ മഗ്‌രിബിന് തൊട്ട് മുമ്പ് സൂറത്തു ശംസ് അറിയില്ലേ? സൂറത്തു ശംസ് അറിയാവോ? സൂറത്തു ശംസ് അറിയില്ല, ഖമർ അറിയില്ലേ? بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها. ഈ സൂറത്ത് പൂർണ്ണമായിട്ട് ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സമൃത്യലബ്ധിക്കെന്ത് വേണം സാഹിബി, വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്‌രിബി. ദീനിന്റെ വിഷയങ്ങൾക്കൊക്കെ മക്കൾക്കൊരു സാമർത്ഥ്യം. ചിലർ പറയും എൻ്റെ മോനൊരു വണ്ണാസി പോലെ, ഇമ്മ ചുണയുമില്ല, ഒന്നുമില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല, അങ്ങനെ നടക്കുകയാണ്. എത്ര പറഞ്ഞിട്ട് തലയിലേക്ക് കയറുന്നില്ല. മഗ്‌രിബിന് തൊട്ട് മുമ്പ് എന്തു സൂറത്ത് ഓതണം? സൂറത്തു ശംസ്. ഈ സൂറത്ത് ഓതണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ദീനിന്റെ വിഷയത്തിലൊക്കെ ഒരു സാമർത്ഥ്യം കിട്ടും, അല്ലാതെ ചാറ്റിങ് നടത്താനല്ല. പിന്നെന്തിനാ? ദീനിന്റെ ഒരു വിഷയത്തിൽ സാമർത്ഥ്യം. അള്ളാഹു ആ സാമർത്ഥ്യം നമ്മുടെ മക്കൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമസ്കരിക്കാൻ, പള്ളിയിൽ പോകാൻ, ഇബാദത്തുകൾ എടുക്കാൻ, ദിക്ർ ചൊല്ലാൻ, സുന്നത്ത് നമസ്കാരങ്ങൾക്ക്, ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്തിനും ശേഷമുള്ള സുന്നത്തിനും ഒക്കെ ശ്രേഷ്ഠതയാണ്. ആര് ശ്രദ്ധിക്കുന്നു? അസറിന് മുമ്പുള്ളതാകുന്ന 4 റക്അത്ത് സുന്നത്ത്, അസറിന് ശേഷമുള്ള 4 റക്അത്ത് സുന്നത്ത്, അല്ല ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത്, ളുഹറിന് ശേഷമുള്ള 4 റക്അത്ത് സുന്നത്ത്, അസറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത്. ഇത് കൃത്യമായി നമസ്കരിക്കുന്നവന് നരകീയ മോചനം ഷഫീആയ റസൂലുള്ളാഹി. ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാന്ന് ഈ സുന്നത്ത് നിസ്കാരങ്ങൾ കറക്റ്റ് ചെയ്തു പോയാൽ, ഒറ്റ ദിവസം മുടങ്ങാതെ. എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കരിക്കണ്ടെന്നല്ല, ഫർളിനോടൊപ്പം തന്നെ ഈ സുന്നത്ത് കൂടി പരിഗണിച്ചാൽ. നമ്മളെ സുന്നത്ത് നിസ്കരിക്കുമോ? എവിടെ സമയമുണ്ട്, 5 മിനിറ്റ് ഉണ്ടെന്ന് കണ്ടാൽ പോലും മാറി ഇങ്ങനെ വന്നിട്ട് പള്ളിയിലൊക്കെ വന്നിട്ട് തുപ്പലിഷ്ടം പോലെ ഉണ്ടല്ലോ, തുപ്പി സാരിന് ചെരുപ്പരൊക്കെ ആക്കി അവിടെ ഇങ്ങനെ സമയം കളഞ്ഞിരിക്കും. സമയം ഉണ്ടെന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ഉണ്ട്, അല്ലെ 2 മിനിറ്റ് ഉണ്ട്, സുന്നത്ത് നിസ്കരിക്കാൻ സമയമുണ്ട്, എന്നാൽ പോലും നിസ്കരിക്കൂല. ചില ആളുകൾ നേരത്തെ പള്ളിയുടെ മുറ്റത്ത് എത്തിയിട്ടുണ്ടാവും, എന്നാൽ ഇക്കാമത്ത് കൊടുക്കുമ്പോഴേ പള്ളിക്കകത്തോട്ട് എത്തുള്ളൂ. അതുവരെ ഇങ്ങനെ ബാത്റൂമിലും സൈഡിലും സിഗരറ്റ് വലിച്ചു, സാർ കയറിക്കാട്ടെ ഞാൻ വന്നേക്കാം, തഹിയ്യാത്തിലെത്തുമ്പോൾ അങ്ങ് വരാം. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അവിടെ കറങ്ങി ഇങ്ങനെ നിൽക്കാം. ശൈത്താനാണ്. ഇതിനേക്കാൾ വലിയ ശൈത്താൻ വേറൊന്നുമല്ല. ശൈത്താനെ കാണണമെങ്കിൽ അവരെ കണ്ടാൽ മതി, പുറത്തൊന്നും പോകണ്ട.
അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ പള്ളി വന്നെന്തിനാ? രസം വന്നില്ലെങ്കിൽ പിന്നെ മൂമിനാന്ന് പറയൂലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പള്ളിയിലൊക്കെ വന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പോവുക. ഈ സുന്നത്ത് നിസ്കാരങ്ങൾക്കും ഈ ഇഅ്തികാഫിനും പള്ളിക്കകത്ത് കയറിയാൽ എത്ര പേരാണ് നബയ്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല ഇഅ്തികാഫിനെ നിയ്യത്ത് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ഇതൊക്കെ കൂലിയല്ലേ, ഇറങ്ങുന്നത് വരെ പ്രതിഫലം കിട്ടുമല്ലേ. ഇത് പള്ളിയുടെ വാതിൽക്ക് വെണ്ടക്കാശരത്തി എഴുതി വെച്ചാൽ പോലും അല്ലാഹ് അതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഒളുവിന്റെ ദുആ അങ്ങോട്ട് കയറി അവിടെ നമ്മുടെ കാണുന്നുണ്ട്, അതൊന്നും നോക്കാനോ ചെയ്യാനോ ഒന്നും ഇന്ന് വരാനും തയ്യാറാകുന്നില്ല. ഇതൊക്കെ എഴുതി അവിടെ ഇട്ടിട്ടുണ്ട്, ഇതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സമൂഹം പോറി. ഇതൊക്കെ നമ്മുടെ നാവിൻ തുമ്പിൽ വരണം. ചെറിയ കാര്യമല്ല, വലിയ അമലാണ്. ചെറുതായിട്ട് നമ്മൾ കണക്കാക്കുന്ന പല കാര്യങ്ങളുമാണ് ആഖിറത്തിൽ വലുതായി പരിഗണിക്കപ്പെടുക. ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചോളെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. സാലിഹീങ്ങൾ അള്ളാഹു നമ്മളെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ ത്വാഅത്തിലായി അള്ളാഹു നസീബാക്കട്ടെ. നമ്മുടെ